അഭിപ്രായം പറയണ്ടേ? നല്ല പടമാണ്, എൻഗേജിങ് ആണ്. മാത്രമല്ല ഈ കാലത്ത് പറയേണ്ട കഥയും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? മനുഷ്യനൊരു വിശ്വാസങ്ങളിൽ മുന്നിൽ നിൽക്കാതെ മുന്നോട്ടാണ് പോകേണ്ടതെന്ന് കഥ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത് ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയാണ്. എന്തായാലും നല്ല രസമുണ്ട്. യൂത്ത്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, ഫാമിലിക്കും ഇഷ്ടപ്പെടും. എനിക്കാണ് നിങ്ങളാണ് ഇനി അഭിപ്രായം പറയണ്ടേ, ഞാനല്ല. നന്നായിട്ടുണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അതിൻ്റെ കണ്ടന്റ് തന്നെ ഗംഭീര അല്ല എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നിട്ടില്ല, സിനിമയിൽ വന്നിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. കണ്ടിട്ടില്ല? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണണോട്ടോ, നിങ്ങൾ കാണണം. നിങ്ങൾ വന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം. അതെ അതെ, സത്യസന്ധമായുള്ളൊരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ പറയാനുള്ള അഭിപ്രായം എൻ്റെ എല്ലാവരോടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെന്തരാം നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ, എല്ലാവരും നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി ഇതെല്ലാവരും ബാക്കിയുള്ളവർ പറയണമല്ലോ, അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ എന്താണ് അഭിപ്രായം പറയുന്നത്? താങ്ക് യു. അതിൻ്റെ കണ്ടന്റ് ഭയങ്കര, നമുക്ക് ആദ്യം മുതലേ ഇതിൻ്റെ കണ്ടന്റ് ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. അപ്പോൾ അതന്നായിരുന്നു ഈ സിനിമയിലോട്ട് നമ്മൾ എത്തിച്ചത്. അപ്പോൾ നവാസ് സുലൈമാനാണ് ഡയറക്ടർ, പുതിയ ആളാണ്. അപ്പോൾ എല്ലാം ഒരു ടീം വർക്കായിരുന്നു. അപ്പോൾ ആ സിനിമ തിയേറ്ററിലെ ആളുകൾ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു, ഭയങ്കര സൈലൻസ് ഉണ്ടാവുന്നു, കൈയടിക്കുന്നു, ചിരിക്കുന്നു, ഇമോഷണൽ ആവുന്നു. അതൊക്കെ കാണുമ്പോൾ ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, കണ്ടവരെ ഒരു അഭിപ്രായം പറയണം. പടം കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് നല്ല രീതിയിൽ വന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എല്ലാവരും പടം പോയി കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം കുറച്ച് തിയേറ്റേഴ്സിൽ ഇങ്ങനെ വന്ന് ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോ കണ്ടതാണ്. ഇനി കൂടുതൽ ആൾക്കാരത് കണ്ടായിരിക്കും സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് വരിക. കൂടുതൽ ആൾക്കാർ കയറണം, പടം കാണണം. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. അപ്പോഴാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫിലിമിന്റെ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരു മൂവിയാണ്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ. ആ സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട് അത് കാണുമ്പോൾ. സോ അത് നല്ലൊരു മൂവിയായിരുന്നു. ത്രില്ലറുമാണ്. കാരണം അത് എൻ്റെ വരെയും ആ ഒരു ഇതിലോട്ട് അത് എന്താവും എന്നുള്ളൊരു ആകാംക്ഷ നമ്മളിലോട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊരു ത്രില്ലിംഗ് ബേസിസിൽ തന്നെയാണ്. കൊള്ളാം, ഇമോഷൻസ് ഒത്തിരി ഉണ്ട്. നമുക്ക് അത് ഒരു വിഷമം ഒക്കെ നമ്മൾക്കും വരുന്നുണ്ട് അത് കാണുമ്പോൾ. അങ്ങനെയാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നല്ല സിനിമയാണ്. നമ്മളൊരു നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളിതിനകത്ത് ഒരു സംഭവം കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. പിന്നെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ എല്ലാവരും ഒരാളും നമ്മുടെ മനസ്സിൽ ആയില്ല. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പണാവിൻ്റെ റോളെ അത് ഞാനല്ലല്ലോ പറയണ്ടേ. പക്ഷേ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നൊരു സന്തോഷം. നല്ല പടമാണ്. താങ്ക് യു. കുറേ നേരം കണ്ടിരിക്കാൻ പറ്റും. അടിപൊളി, ഇഷ്ടപ്പെട്ട നല്ല പടമാണ്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പടമാണ്. പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും തന്നെ നല്ല ഇതായിരുന്നു. നായികയായിട്ട് അഭിനയിച്ച സൂപ്പറായിരുന്നു. പിന്നെ ലുക്മാൻ, എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് നല്ല രീതിയിലുള്ള നമ്മളിപ്പോൾ പലയിടത്തും ഇങ്ങനെ കാണണമല്ലോ, എന്തോ ഓരോ സംഭവങ്ങൾ മരണപ്പെട്ടു കൊണ്ടുപോയി അടക്കം ചെയ്യുന്നത്. ഇതൊരു ലുക്മാന് ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസോ ഒരു പടമോ നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല ശകല സങ്കടം വരും, എന്നാലും സൂപ്പർ പടം. എല്ലാവരും പറ്റുന്നത് കാണാം. സോഷ്യൽ ഇമ്പാക്റ്റുള്ള സ്റ്റോറിയാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറിയിൽ കൂടെ വലിയൊരു മെസ്സേജ് ആണ്. നല്ല പടമാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. ഡിഫറെൻറ്റ് പിക്ചർ.
കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ച് മതത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനത്തിന് കാരണമാകാറുണ്ട്. ഈ ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ലുക്മാന്റെ അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ്. എല്ലാ അഭിനേതാക്കളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥ, നല്ലൊരു തിരക്കഥ, നല്ല അഭിനേതാക്കളുടെ പെർഫോമൻസ്, നല്ലൊരു കുടുംബചിത്രം. അഭിനയൊക്കെ എങ്ങനെയുണ്ട്? ചെറിയൊരു പടം ജനങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൻ്റെ നിങ്ങളെ വെച്ചുകൊണ്ട് ഭംഗിയായിട്ട് കണ്ടതില്ല. വ്യത്യസ്തമായ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. വ്യത്യസ്തമായ